അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ അൽ ബഖറ സൂറത്തിലെ 255-ാമത്തെ ആയത്തുൽ കുർസി വളരെ പ്രധാനപ്പെട്ടതും ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞതുമാണ്. ആയത്തുൽ കുർസി ഖുർആനിൻ്റെ നേതാവാണ് അൽ ബഖറ സൂറത്ത്. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. അയാൾക്ക് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല. മാത്രമല്ല അയാൾ 70,000 മലക്കുകളുടെ കാവലിലായിരിക്കും. അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരം ഇനി മരണമാണ് അയാൾക്ക് എത്തിയതെങ്കിൽ അയാൾ മരിക്കുന്നത് 70 രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടിയ നിലയിലായിരിക്കും. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആയത്തുൽ കുർസിയിൽ 18 സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ ഇത്രയധികം പരാമർശിച്ച മറ്റൊരു ഖുർആനിക ആയത്തില്ല. അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ, കീർത്തനങ്ങൾ മാത്രമേ ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളൂ. എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കുന്ന വിശിഷ്ടനാമമായ ഇസ്മുൽ ആലം ആയത്തുൽ കുർസിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഇസ്മുകളാണ് ഇസ്മുൽ ആലം എന്ന് അഭിപ്രായമുണ്ട്. പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ അത്യുത്തമമാണത്. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിരുന്നു യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ഉരുവിട്ടുകൊണ്ട് തന്നെയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഓരോ ഫർള് നിസ്കാരത്തിനു ശേഷവും ആയത്തുൽ കുർസി പതിവാക്കിയാൽ അവൻക്ക് സ്വർഗപ്രവേശത്തിന് മരണമല്ലാതെ മറ്റൊരു തടസ്സവും ഉണ്ടാകില്ല എന്നാണ് അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നു, അലി, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി നീ ഓതുക, എങ്കിൽ അള്ളാഹുവിന് നീ നന്ദിയുള്ളവനായിരിക്കും. ഇമാം അബ്ദുൽ ഖാദർ അൽ അദ്ഹമി റളിയല്ലാഹു അൻഹു പറയുന്നു, ആർക്കെങ്കിലും ഐഹികമോ പാരത്രികമോ ആയ വല്ല ആവശ്യങ്ങളോ നിറവേറാനുണ്ടെങ്കിൽ അവൻ അർദ്ധരാത്രിക്കു ശേഷം ഉറക്കമുണർന്ന് 4 റക്അത്ത് നിസ്കരിക്കട്ടെ. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 10 തവണ ആയത്തുൽ കുർസി ഓതണം. പിന്നീട് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ വിധത്തിൽ പെട്ടെന്ന് അള്ളാഹു ഉത്തരം നൽകുന്നു. അതുപോലെ വീട്ടിൽ പൈശാചിക പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും വീട്ടിലെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ആയത്തുൽ കുർസി പതിവാക്കുക. കള്ളന്മാർ വീട്ടിൽ കയറില്ല, വീട് തീ പിടിക്കുകയില്ല, ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ ഉറങ്ങുന്ന സമയത്ത് ഓതുക, സിഹർ ഏൽക്കില്ല തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര മഹത്വങ്ങളാണ് ആയത്തുൽ കുർസി ഓതുന്നത് കൊണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി തരട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.